ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കിയുള്ള അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഈ രണ്ട് ഡ്രസ്സുകളും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മെറൂൺ കളർ ഡ്രസ്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മേലെ കൊടുത്തേക്കാം. മീഷോയിൽ ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഡെലിവറി ഡിലേ ആകുന്നതായിരുന്നു. ഇതിലാണെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ് കുറച്ച് വൈകിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും 5 ദിവസത്തിൽ തന്നെ ഈ ഡ്രസ്സ് ആണെങ്കിലും ലാസ്റ്റ് വീഡിയോയിൽ കണ്ട ഡ്രസ്സ് ആണെങ്കിലും ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കിത് ഇടുമ്പോൾ ഇതിന്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. ദാ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു അനാർക്കലി കുർത്തി വരുന്നത്. ഇതും 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിന്റെ അറ്റത്തായിട്ട് ഇതുപോലത്തെ പോംപം ലേസ് വർക്ക് ആണ് കേട്ടോ ഉള്ളത്. ഫുൾ ബോഡിയിൽ ഇതുപോലെയുള്ള ഗോൾഡൻ പ്രിന്റ് വർക്ക് ആണ് വരുന്നത്. റൗണ്ട് ഹൈനെക്ക് ആണ് വരുന്നത്. നെക്കിന്റെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വുഡൻ ഷോ ബട്ടണും കൂടെ വരുന്നുണ്ട്. ഈ ഒരു കമ്മല് കണ്ടില്ലേ, ഇത് ഞാൻ മുമ്പ് എപ്പോഴോ മീഷോയിൽ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. മേടിച്ച് വെച്ചിട്ട് കുറെ കാലമായെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഈ കമ്മൽ ഇടുന്നത്. ഞാൻ എന്റെ എല്ലാ ഡ്രസ്സുകളും XXL സൈസ് ആണ് കേട്ടോ മേടിക്കുന്നത്. അതിൽ ചിലത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും, ചിലത് ഇതുപോലെ ലൂസ് ആയിരിക്കും. ഇത് കുറച്ച് ലൂസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അനാർക്കലി കുർത്തിക്ക് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട അനാർക്കലിയെക്കാളും ലെങ്ത് കൂടുതലാണ് കേട്ടോ. ഇതിന്റെ താഴെയായിട്ടും ഇതുപോലെ പോംപം ലേസ് വർക്ക് വരുന്നുണ്ട്. ഞാൻ ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് ഒരു ക്രീം കളർ ലെഗിങ്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കളർ ലെഗിങ്സോ അല്ലെങ്കിൽ പാന്റോ ഉണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഇല്ലേ, അതാണ് കേട്ടോ നമ്മൾ അന്ന് കാണിച്ച NYBയുടെ വെൽവെറ്റ് മൂസ് 02 ഷെയ്ഡ് ലിപ്സ്റ്റിക്. എന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതും ഞാൻ കണ്ട ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതും ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, സ്മഡ്ജ് പ്രൂഫ് ആണ് എന്നൊക്കെ ആയിരുന്നു. ഇതൊന്നും പോരാത്തതിന് ട്രാൻസ്ഫർ ആകുന്നില്ലെന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചു വരെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കണ്ടിട്ടാണ് വാങ്ങിയതും അതിന്റെ ആ ഒരു വിഷമാണ് നിങ്ങൾ എന്റെ മുഖത്ത് കാണുന്നത്. ഇതോടെ പ്രൊമോഷൻ വീഡിയോയിലെയും കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന വീഡിയോയിലെയും റിവ്യൂസിലെ ജെന്യൂനിറ്റിയിലുള്ള ഡിഫറൻസ് എനിക്ക് മനസ്സിലായി. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ ആ ഒരു ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്തപ്പോൾ ഈസി ആയിട്ട് തന്നെ അത് റിമൂവ് ആയി കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ തന്നെ രണ്ടാമത്തെ ഷെയ്ഡ് ആയിട്ടുള്ള 03 ആണ്. അതിന്റെ പേര് വരുന്നത് പാഷനേറ്റ് പ്ലം എന്നാണ്. ഷെയ്ഡുകളെല്ലാം ഓൾമോസ്റ്റ് എന്റെ എക്സ്പെക്ടേഷൻ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ ഡ്രസ്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു ഡ്രസ്സും 5 ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ മേലെ കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ള ഡ്രസ്സുകളിൽ 500 മേലെ റേറ്റ് വരുന്ന ഫസ്റ്റ് ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതുവരെ കാണിച്ചിട്ടുള്ളതൊക്കെ 500 ബിലോ റേറ്റ് വരുന്നതാണ്. ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. ഞാൻ ചെന്നൈയിൽ വന്ന ശേഷമാണ് ഇവിടുത്തെ ചൂടുകൊണ്ട് ബ്ലാക്ക് ഡ്രസ്സ് എടുക്കുന്നത് കുറച്ചെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്തത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഹാഫ് സ്ലീവ്സ് ആണ്. സ്ലീവ്സിൽ ചെറുതായിട്ട് ഒരു പഫ് വരുന്നുണ്ട്. ഇത് നമ്മൾ മുമ്പൊക്കെ കണ്ടതുപോലെ അനാർക്കലി കുർത്തിയല്ല, ഇതൊരു ഫ്ലെയർഡ് ഡ്രസ്സാണ് കേട്ടോ. ഇതിൽ അവിടെയായിട്ട് കാണുന്ന ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഇല്ലേ, അത് പ്രിന്റഡ് അല്ല കേട്ടോ, അത് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. ഇതിന്റെ സ്ലീവ്സ് മാത്രം കുറച്ച് ലൂസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.